ഹലോ, ഇതെൻ്റെ നീലാമ്മയുടെ ചെടികളാണൊക്കെ നല്ല രസത്തിൽ വളർന്നിട്ടുണ്ട്. അവിടെ എല്ലാം ഉള്ളത് നീലാമ്മയുടെ ചെടികൾ തന്നെ. ഫുള്ളായിട്ട് നീലാമ്മയുടെ ചെടിയാണ് ഞാൻ വളർത്തുന്നത്. ഇടയിലെല്ലാം നീലാമ്പി തന്നെ വെച്ചിട്ടുള്ളത്. കൂടുതലും നീലാമ്പരിക്കാണ് ഞാൻ മുൻഗണന കൊടുക്കുന്നത്. അങ്ങനെ ഒരുപാട് നീലാമ്മയുടെ അപ്പുറത്ത് എല്ലാ സ്ഥലത്തിലും പുതിയതായിട്ട് വെച്ചിട്ടുള്ളതാണ്. എനിക്ക് കാണിച്ചു തരാം. ഇതൊക്കെ നീലാമ്പരിയാണ്. എല്ലാ വർഷവും വിത്തിക്ക് വേണ്ടിയും നീലാമ്പരി ഇതിലൊക്കെ നെല്ല് കൊടുക്കും കസ്റ്റമർക്ക്. ഞാൻ ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കും ചെയ്യും. പിന്നെ കസ്റ്റമർക്കൊക്കെ ഇല, ഡ്രൈ ഇല, പിന്നെ ഗ്രീൻ ഇല ഒക്കെ കൊടുക്കുകയും ചെയ്യും. ഇതെല്ലാം നുള്ളാനായിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ നെല്ല് എടുക്കണം, ഇല്ലെങ്കിൽ ഇത് ഒക്കെ ഇതിന്ന് പോവും. അങ്ങനെ എല്ലാ വീട്ടിൽ ചുറ്റും എല്ലാ സ്ഥലത്തും റൗണ്ടും ഈ വീട് നടുവും ഒന്നും ബാക്കും ഫ്രണ്ടും എല്ലാം നീലാമ്പരിയാണ് വളർത്തിയിട്ടുള്ളത്. 7 വർഷങ്ങളായിട്ടാണ് നീലാമ്പരിയുടെ തൈയൊക്കെ ഞാൻ വളർത്തിയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ 3 വർഷമായിട്ട് കസ്റ്റമർക്കൊക്കെ ഹെയർ ഓയിൽ, അതുപോലെ തന്നെ വിത്ത് എന്ന് പറഞ്ഞാൽ കൂടുതലും കർണാടക നിന്നും തമിഴ്നാട് നിന്നും പിന്നെ ഇപ്പോൾ അടുത്ത് ആന്ധ്രാപ്രദേശിൽ നിന്നും അതേപോലെ ഗുവാഹത്തി അവിടെ ഒരു പരിസരത്തിൽ നിന്നൊക്കെ സ്ഥലത്തിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഇത് മേടിച്ചിട്ടുണ്ട്. വന്നിട്ടല്ല, ഒക്കെ പോസ്റ്റിൽ നിന്ന് ഞാൻ അയച്ചു കൊടുക്കുക. നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടിയാണ്, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടാണ്. അങ്ങനെ ഇപ്പോൾ 3 വർഷമായിട്ട് കസ്റ്റമർക്കൊക്കെ അയച്ചു കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതുപോലെ നീലാമ്പരി ഇതുപോലെ വളർത്തണം. അപ്പോൾ ഇങ്ങനെ ഒരു വടിയൊക്കെ കുത്തിയൊക്കെ കൊണ്ട് ഇതൊരു വിശാലമായിട്ട് ഇനിയും ഇത് വളരെ മേലേക്ക് അങ്ങനെ വെച്ച് കൊടുക്കും ഒരു വടി. അപ്പം അങ്ങനെ ഉണ്ടാവും ചെയ്യും. ഇതിലൊക്കെ മൂത്തയിലാണ് പഴുത്തിട്ട് വീണിട്ട് കൊടുക്കുന്നത്. ഈ ചെറിയ തൈയൊക്കെ ഒരു വടി വെച്ചിട്ട് കെട്ടിട്ടൊക്കെ കൊടുക്കണം.